ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയുടെ കൂടെ വിളമ്പുന്നതും ഇഡ്ഡലി, ദോശ, പുട്ട്, ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വറുത്തരച്ച സാമ്പാർ കറി റെസിപ്പിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇളവൻ, പച്ചമുളക്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വാഴക്ക, സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, മുരിങ്ങക്ക, വെണ്ടക്ക മൂത്തത് കളഞ്ഞ് എളുപ്പമുള്ളത്. കൂടെ തന്നെ 2 തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില. നാരങ്ങ വലുപ്പത്തിൽ പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണിത്. ഇതിലേക്ക് ആദ്യം വെണ്ടക്ക, മുരിങ്ങക്കായ്, വഴുതനങ്ങ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കഷ്ണം വേകാനുള്ള വെള്ളമൊഴിച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പത്ത് വെച്ച് മൂടി വെക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കൈപ്പിടി തുവരപ്പരിപ്പാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങൾ ഇട്ട ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കഷ്ണങ്ങൾ വേകാനുള്ള വെള്ളമൊഴിച്ച് എല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് 1 വിസിൽ വരുന്നത് വരെ വെക്കുക. പുളിവെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ച കഷ്ണം ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് ഒന്ന് വേകുന്നത് വരെ മൂടി വെക്കാം. കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി 1 വിസിൽ വന്നതിനു ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കുക്കറിൻ്റെ പ്രഷർ എല്ലാം കളഞ്ഞ് തുറക്കാവുന്നതാണ്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ ഇവിടെ വെന്തിട്ടുണ്ട്. തക്കാളി ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തെടുക്കാം. വേവിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 കൈപ്പിടി തേങ്ങ ചിരവിയത്, 1 നുള്ള് കുരുമുളക്, ഉലുവ, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2 ചെറിയുള്ളി, 1 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, ചെറിയ കഷ്ണം കായം, 1 ടേബിൾ സ്പൂൺ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇത്രയുമാണ് വേണ്ടത്. ചട്ടി ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കായം വറുത്തെടുക്കാം. വറുത്ത ശേഷം വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ എണ്ണയിലേക്ക് തേങ്ങയുടെ കൂടെ എല്ലാ ചേരുവകളും വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ പരന്ന പാത്രത്തിലേക്ക് മാറ്റി തണഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം. വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് എല്ലാം ഇളക്കി യോജിപ്പിച്ച ശേഷം തേങ്ങയുടെ അരപ്പ് ചേർത്ത് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് തിളയ്ക്കുന്നത് വരെ വെക്കുക. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ സാമ്പാർ പൗഡർ, ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് തിളയ്ക്കുമ്പോൾ മല്ലിച്ചപ്പ്, കറിവേപ്പില, 7 അല്ലി വെളുത്തുള്ളി അധികം ചതയ്ക്കാതെ ഇതിലേക്ക് ചേർത്ത് എടുക്കാവുന്നതാണ്. ചൂടായി വരുന്ന എണ്ണയിലേക്ക് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് എടുക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിലുണ്ട്.